റിസൾട്ട് വന്നു. പലർക്കും പല രീതിയിലുള്ള മാർക്കുകളായിരിക്കും. ചിലർക്ക് എക്കണോമിക്സിൽ മാർക്ക് കുറഞ്ഞപ്പോൾ മറ്റു ചിലർക്ക് സോഷ്യോളജിയിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലർക്ക് ഇംഗ്ലീഷിൽ മാർക്ക് കുറഞ്ഞപ്പോൾ മറ്റുള്ളതിൽ മാർക്ക് കൂടിയിട്ടുണ്ടാവും. അങ്ങനെ പല ടൈപ്പ് മാർക്കുണ്ടാവും. ചിലർക്ക് എന്തായിരിക്കും വിചാരിച്ച മാർക്കിലൊക്കെ ഒന്നും അങ്ങോട്ട് എത്താൻ കഴിഞ്ഞില്ല. എന്ത് തന്നെയാണെങ്കിലും മക്കളെ, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിലാണ് മാർക്ക് കുറഞ്ഞത്, നിങ്ങൾ തൃപ്തിയല്ലാത്ത ഏത് സബ്ജക്റ്റാണ്, അത് എത്ര സബ്ജക്റ്റ് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. മക്കളെ, നിങ്ങൾക്കൊരു അവസരം കൂടി ഗവൺമെൻറ് തരുന്നുണ്ട്, ഇംപ്രൂവ്മെൻ്റ് എന്നുള്ളൊരു സംഭവം. അതിൻ്റെ കാര്യങ്ങളും ഈ വിശദാംശങ്ങളൊക്കെ വന്നിട്ടില്ല. പക്ഷെ എന്നാൽ പോലും അതിൻ്റെ ഒരു വിദ്യാഭ്യാസ മന്ത്രി ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നിലവിലുള്ള, അതായത് ആദ്യം എങ്ങനെയായിരുന്നു ഇംപ്രൂവ്മെൻ്റ് എക്സാം നടത്തിയിരുന്നത് അതേപോലെ കുട്ടികൾക്ക് +2 എക്സാമിൻ്റെ കൂടെ അല്ലാതെ മറ്റൊരു സമയം, അതായത് അടുത്ത മാസങ്ങളിലായിട്ട് എക്സാം നടത്തണം എന്നുള്ള രൂപത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. എന്നിരുന്നാൽ പോലും നമുക്കത് ആശ്വസിക്കാം, ഇംപ്രൂവ്മെൻ്റ് എക്സാം ഇത്തവണ നേരത്തെ എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ, നിങ്ങളുടെ ഒരു പൊളിറ്റിക്സിൻ്റെ കാര്യം ഞാൻ പറയാം. പൊളിറ്റിക്സിലാണ് നിങ്ങളുടെ മാർക്ക് കുറവുള്ളതെങ്കിൽ, അല്ലെങ്കിൽ പൊളിറ്റിക്സ് ആണ് നിങ്ങൾക്ക് ഒരു പക്ഷേ എവിടേക്കെങ്കിലും പാളിയതെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, 3 സബ്ജക്റ്റ് എക്സാം എഴുതുന്നതിൽ ഒരു സബ്ജക്റ്റ് നിങ്ങൾ പൊളിറ്റിക്സ് ആക്കിക്കോ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് എൻ്റെ സബ്ജക്റ്റ് ആയതുകൊണ്ട് പറയുന്നില്ല. എടാ, +1 എത്രയോ മടങ്ങ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും +2. ഓൾറെഡി നിങ്ങൾക്ക് ഒന്നാമത്തെ രണ്ടാമത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു 4 ചാപ്റ്റർ എങ്കിലും മിനിമം നിങ്ങളുടെ സ്കൂളിൽ എത്തിയിട്ടുണ്ടാവും അല്ലേ? കാരണം 6 ചാപ്റ്റർ ഓണം എക്സാമിന് 6-7 ചാപ്റ്റർ ഓണം എക്സാമിന് ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു മിനിമം ഒരു 4 ചാപ്റ്റർ എങ്കിലും നിങ്ങളുടെ സ്കൂളിൽ അല്ലെങ്കിൽ 5 ചാപ്റ്റർ എങ്കിലും എത്തിയിട്ടുണ്ടാവും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ +1 പഠിച്ചത് കുറേ എന്താ ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിക്കുക, അല്ലെങ്കിൽ മൗലികാവകാശങ്ങൾ, അങ്ങനത്തെ കുറച്ച് ചെറിയ 20 ചാപ്റ്റർ ഉണ്ടെന്നുള്ളൂ. പക്ഷേ 20 കുഞ്ഞു ചാപ്റ്റർ ആയിരുന്നു അല്ലേ? പക്ഷേ ഇനി നിങ്ങൾ +1 ഇംപ്രൂവ്മെന്റ് എഴുതാതെ നിങ്ങൾ +2 മാർക്ക് വാങ്ങാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, എടാ, അത് നടക്കുന്ന കേസല്ല. അത് നടക്കുക. ഒന്നാമതിൽ നമ്മുടെ പൊളിറ്റിക്സിന് ഒരിക്കലും ലാബോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ലാബൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മളെ സയൻസ് സബ്ജക്റ്റിനെ സംബന്ധിച്ചൊക്കെ അവർക്ക് മാർക്ക് പെട്ടെന്ന് +2 കൂടുന്നത് ലാബ് എക്സാം ഉണ്ടായതുകൊണ്ട്. ലാബ് 40 മാർക്ക് ലാബ് ഉണ്ടാകുമ്പോൾ എങ്ങനെ തട്ടിമുട്ടി എഴുതി കഴിഞ്ഞാൽ ഒരു 32-33 മാർക്കിൻ്റെ മേലൊക്കെ അല്ലാതെ കുറയൂല മാർക്ക്. പക്ഷെ നമുക്കതില്ല, നമുക്ക് എഴുതി തന്നെ മാർക്ക് വാങ്ങണം. എഴുതി ഒരു 40 മാർക്ക് വാങ്ങാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ, എഴുതി 40 കിട്ടലും ലാബിലൊരു 35 മാർക്ക് കിട്ടലും എന്ന് പറഞ്ഞാൽ എത്രയോ അന്തരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളെ, +2 നമ്മൾ എഴുതി വാങ്ങാന്ന് പറയുമ്പോൾ വളരെ റിസ്ക് എലമെൻ്റാണ്. ഇനി മാത്രമല്ല, +2 ആകുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളൊരു സീനിയറായി, നമ്മുടെ ആർട്സ് സ്പോർട്സ് ഒക്കെ നമ്മുടെ കൈവരുതിയിലായിരിക്കും. നമ്മൾ നടത്തുന്ന പോലെയാണ് സബ് ജില്ലാ കലോത്സവത്തിൽ നമ്മൾ പറയുന്നത്, എടാ ലാസ്റ്റാണ് കേട്ടോ, നമ്മുടെ സ്കൂൾ ലൈഫിലെ ലാസ്റ്റാണ്. ശരിയാണ്. അപ്പോൾ എല്ലാത്തിനും ടൂറ് പോകും, 3 ദിവസം 4 ദിവസം ടൂർ പോകുന്നതിന് ഒരു മാസം മുമ്പ് തന്നെ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങി വരുമ്പോഴേക്കും ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് ഒരു വഴിക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പം മക്കളെ, പൊളിറ്റിക്സിൻ്റെ കേസിൽ അപ്പോൾ +1 ഹിസ്റ്ററി ആണെങ്കിൽ ഞാനൊരു പക്ഷേ പറയും, ഹിസ്റ്ററി +2 ആണെങ്കിലും +1 വലിയ അന്തരം ഉണ്ടെന്ന് പറയില്ല. പക്ഷേ പൊളിറ്റിക്സിൻ്റെ കാര്യത്തിൽ മക്കളെ നല്ലൊരു മാറ്റമുണ്ട്. +1 നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത്രക്കും മാർക്ക് നിങ്ങൾക്ക് +1 ഉണ്ടാവണം. ഇല്ലാത്തവർ നിങ്ങൾ പൊളിറ്റിക്സ് ഒരു ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ സബ്ജക്റ്റായി എടുത്തോളൂ. 3 സബ്ജക്റ്റ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ്, എൻ്റെ ഒരു അഭിപ്രായം, പൊളിറ്റിക്സ് എടുത്തോ എന്നുള്ളതാണ്. മറ്റൊരു സബ്ജക്റ്റ് വേണമെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മാർക്ക് വെച്ചിട്ട് ചിലപ്പോൾ ഇംഗ്ലീഷ് ആവാം, എന്തും ആവാം, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷെ പൊളിറ്റിക്സിൻ്റെ കാര്യം ഇതാണ് പറയുന്നത്, +2 നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടനായിരിക്കും, കുറേ ബുദ്ധിമുട്ടനായിരിക്കും. നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ട്, 5 ചാപ്റ്ററുള്ള സ്കൂളിൽ എത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയിട്ടുണ്ടാവും. വലിയ ചാപ്റ്ററുകളാണ്, കുറേ കേൾക്കാത്ത എടുത്താൽ പൊങ്ങാത്ത കുറേ കാര്യങ്ങളാണ്. അപ്പം മക്കളെ, +1 ഏറ്റവും നല്ല മാർക്ക് വാങ്ങുന്നതന്നല്ലേ നല്ലത്. അതിനിപ്പോൾ നമുക്ക് +2 എക്സാം വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അടുത്ത മാസങ്ങളിലായിട്ട് തന്നെ നിങ്ങളുടെ എക്സാം വരും. ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ. നല്ലൊരു ചാൻസാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാണ്, നിങ്ങൾ നമ്മുടെ കൂടെ കൂടാണെങ്കിൽ എന്തായാലും ആ പൊളിറ്റിക്സ് നമുക്ക് ഫുൾ മാർക്ക് തന്നെ. നിങ്ങൾക്ക് സി മാർക്ക് എത്രയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ സി മാർക്ക് എങ്ങനെ 20-ൽ 20 കൊടുക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ 100-ൽ 100 മാർക്ക് തന്നെ ഞാൻ നിങ്ങൾക്ക് സെറ്റാക്കി തരാം. ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പം എങ്ങനെ, റെഡിയല്ലേ മക്കളെ? ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ നിങ്ങളുടെ അവസ്ഥകളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. താങ്ക്